ഹലോ ഓൾ, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NAS സെക്കൻഡറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ആസിഡ്സ്, ബേസസ് ആൻഡ് സാൾട്ട് എന്ന് പറയുന്നത്. ചാപ്റ്ററിലെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്താണ് സാൾട്ട് എന്നുള്ള കാര്യമാണ്. അവയുടെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ അവയുടെ റിയാക്ഷനുകൾ, വാട്ടറുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ മെറ്റലുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ആസിഡ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും കുറച്ചൊക്കെ ഒരു ഭീതിയോടെയും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആസിഡ് അറ്റാക്കുകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആസിഡ് പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരമായി ഇടപെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആസിഡിന്റെ അസിഡിറ്റിയിലെ വ്യത്യാസമാണ് പലപ്പോഴും അതിന്റെ എഫക്റ്റുകളിലെ മാറ്റമുണ്ടാക്കുന്നത്. നോക്കൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആസിഡുകളുണ്ട്. അത് നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ, വയറിനുള്ളിലും ആസിഡ് ഉണ്ട്. അതും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാൽ ഈ ആസിഡ് പലപ്പോഴും മറ്റൊരാളുടെ ശരീരത്തിൽ പ്രയോഗിക്കുമ്പോൾ അത് ഉപദ്രവകാരിയുള്ളതായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ബേസുകൾ നമുക്ക് ആവശ്യമുള്ള സമയവുമുണ്ട്, ഇല്ലാത്ത സമയവുമുണ്ട്. അല്ലെങ്കിൽ അത് ഉപകാരമുള്ള സമയവുമുണ്ട്, ഉപദ്രവമാകുന്ന സമയവുമുണ്ട്. അതായത് അവയുടെ ഉപയോഗം നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താം എന്നർത്ഥം. നോക്കൂ, ആസിഡ് എന്ന് പറയുന്നത് ഒരു വാട്ടറിൽ അല്ലെങ്കിൽ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണുകളെ ലിബറേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കാറുണ്ട്. അതിന് ഒരു സോർ ടേസ്റ്റ് ആയിരിക്കും, അതായത് പുളി രുചിയുള്ളതായിരിക്കും ആസിഡുകൾ എന്ന് പറയുന്നത്. ഈ ആസിഡ് എന്ന് പറയുന്നത് അതിനെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാം. ഈ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്? നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കാൻ കഴിവുള്ളവയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. എന്നാൽ ബേസുകളുടെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് നേരെ തിരിച്ചാണ്. ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, അതായത് ബേസുകൾ എന്ന് പറയുന്നത് ലിറ്റ്മസ് പേപ്പർ, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കാൻ കഴിവുള്ളവയാണ് നമ്മുടെ ബേസുകൾ എന്ന് പറയുന്നത്. ആസിഡുകൾ പല വിധത്തിലുണ്ട്, പല രൂപത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെ ആസിഡുകൾ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ചില ആസിഡുകളുടെ പേരുകൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെയൊക്കെ ഉപയോഗിക്കുന്ന ആസിഡുകൾ എന്ന് പറയും. ഒന്നാമത്തത് സിട്രിക് ആസിഡ് ആണ്. ഓക്കെ, സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണമാണല്ലോ നാരങ്ങ എന്നുള്ളത്. ആ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കൂ, മാലിക് ആസിഡ് എന്നുള്ളത്. ഇവിടെ ഈ മാലിക് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വരുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആപ്പിൾ എന്നാണ്. ഇതിന് കാരണം, ഈ ഒരു പേര് വരാനുള്ള കാരണം, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, നമുക്കേറെ പരിചിതമായിട്ടുള്ള ഒന്നാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ലാക്റ്റിക് ആസിഡ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ ഇത് കണ്ടുവരാറുള്ളത് എവിടെയാണ്? നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങളിൽ, അല്ലെങ്കിൽ പാലിലാണ് സാധാരണയായിട്ട് നമ്മുടെ ലാക്റ്റിക് ആസിഡ് കാണാറുള്ളത്. അപ്പൊ നമ്മൾ പാല് കുടിക്കുമ്പോൾ അതിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഘടകം കൂടിയാണ് ഈ പറയുന്ന ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ, അസറ്റിക് ആസിഡ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള വിനെഗർ അഥവാ വിനാഗിരി, അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആസിഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലതരത്തിൽ. ഇതിന്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആസിഡിന്റെ അളവ് എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. അതുകൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇനി നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഭക്ഷണത്തിലൂടെ അല്ലാതെ തന്നെ നമ്മുടെ വയറിനുള്ളിലും ആസിഡ് ഉണ്ട് എന്ന് പറയുന്നു. ഏതാണ് ആസിഡ്? ആ ആസിഡിന്റെ പേരാണ് HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നു. നമ്മുടെ വയറിനുള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡും ഉണ്ട്. ഇനി അതുപോലെ തന്നെ
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആസിഡാണ് H2SO4 എന്ന് പറയുന്നത്. ഏതാണ് ഈ H2SO4? ഈ H2SO4 എന്ന് പറയുന്നത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെയാണ് സൂചിപ്പിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾക്കറിയാമല്ലോ, ആസിഡുകളിലെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത്. ഇതുപോലെ പലതരത്തിലുള്ള ആസിഡുകളുണ്ട്, അവയുടെ ഉപയോഗങ്ങളും എല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ആസിഡുകളെ കുറിച്ചും അതുപോലെ തന്നെ ബേസുകളെ കുറിച്ചും സാൾട്ടുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.